എല്ലാവർക്കും നമസ്കാരം. ഈ റമദാൻ പുണ്യമാസത്തിൽ നോമ്പ് തുറയ്ക്കായി ഒരുക്കാവുന്ന നല്ലൊരു ഇഫ്താർ വിഭവമാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. ബീഫ് കട്ട്ലേറ്റ് വളരെ സ്വാദിഷ്ടമായ ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗള് നിറച്ചില്ല, ഒരു മുക്കാൽക്ക് വരുന്നോളം സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. എടുത്തേക്കുന്ന ബീഫിൻ്റെ അളവിനനുസരിച്ചിട്ട് സവാളയുടെ അളവ് കൂട്ടാം. ഇതേപോലത്തെ ഒരു ബൗള് നിറച്ചാണ് ഞാൻ ബീഫ് ക്രഷ് ചെയ്തത് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പകുതിക്ക് ഇത്തിരി കൂടുതലായിട്ട് സവാള എടുത്തേക്കുന്നത്. അപ്പോൾ സവാള നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ചെറിയുള്ളിയാണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി നന്നായിട്ട് എടുത്തിട്ട് അത് അരിഞ്ഞതും നമുക്കിതിൽ ചേർത്താം. അപ്പോൾ സവാളയുടെ അളവ് നമുക്ക് കുറയ്ക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതേപോലെ 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില നുറുക്കിയെടുത്തത്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെ അളവാണ് ഞാൻ ഇത്തിരി കൂടുതലായിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. ഇതൊന്ന് വഴന്നു വരുമ്പോൾ ഉണക്കമുളക് ക്രഷ് ചെയ്തത് 1.5 ടീസ്പൂൺ മതി. അതും ചേർത്തി 1 ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി. ഇനി കളറിനായിട്ട് മാത്രം നമുക്ക് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി. കാരണം ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ എരിവ് നമുക്ക് ഓൾറെഡി ഉണ്ടാവും. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇനി 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്, വീട്ടിലുണ്ടാക്കിയതല്ല. അപ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂണോളം പെരുംജീരകപ്പൊടി കൂടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കിയ ഗരം മസാല ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ചേർക്കേണ്ട, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി മാത്രം മതി. ഇപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിലേക്ക് ഞാൻ മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചതാണ്. ഇത് ഒരു ബൗൾ നിറച്ചുണ്ട്, അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഈ ബീഫ് വേവിച്ച വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല. ആ വെള്ളത്തിലാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തേക്കുന്നത്. അപ്പോൾ ആ ബീഫ് വേവിച്ച വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് ഒരു 1/2 ബൗളുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂട്ടിച്ചേർക്കാം. ഞാനിപ്പോൾ ബീഫിൻ്റെ പകുതി അളവിലാണ് ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായി ഇതിൽ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കവിടെ മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷം വേണം നമുക്കത് ഉരുളകളായിട്ട് വേണ്ട ഷേപ്പിൽ നമുക്ക് എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ 2 മുട്ട അത് ബീറ്റ് ചെയ്യാനായിട്ട് അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ ബ്രെഡ് ക്രംസും. ഇനി നമുക്ക് നമ്മളുടെ ഈ ബീഫ് കട്ട്ലേറ്റിൻ്റെ വേണ്ട ഷേപ്പിൽ അതെല്ലാം നമുക്കിവിടെ തയ്യാറാക്കി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേഗം അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും എടുത്തിട്ട് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും
നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ബ്രെഡ് ക്രംസ് അതിൽ കവർ ചെയ്യണം. ഇത് മുട്ടയിൽ മാത്രം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വറുത്ത് കഴിക്കുമ്പോഴും നമുക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിതെല്ലാം അങ്ങനെ മാറ്റിയെടുക്കാം. ഇനി ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് വേറൊരു പാന് അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം കട്ട്ലറ്റ് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓൾറെഡി കുക്കഡ് ആണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഞാൻ ഒരുപാട് വലിയ ഫ്ലെയിമിലല്ല ഇതിട്ടേക്കുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിലാണ്. അല്ലെങ്കിൽ ഇട്ട വഴി ആ ബ്രെഡ് ക്രംസൊക്കെ അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ തീ വളരെ കുറവിലാണ്, ഒരു മീഡിയം തീയിലാണ്. അപ്പോൾ വെളിച്ചെണ്ണ അത്രയ്ക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാ കട്ട്ലറ്റുകളും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആകെ 5 എണ്ണമാണ് ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ എടുത്തേക്കുന്ന പാത്രത്തിനനുസരിച്ച് നമുക്ക് കട്ട്ലറ്റുകൾ ഇട്ട് കൊടുത്തിട്ട് അത് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. ഒരു സൈഡ് ഒത്തിരി ഒന്നായി, അപ്പോൾ ഒന്നെല്ലാം മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ കട്ട്ലറ്റിൻ്റെ 2 സൈഡും മറിച്ചിട്ട് ആവശ്യത്തിന് ഫ്രൈ ചെയ്ത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കത് കോരി മാറ്റാം. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മളുടെ കട്ട്ലറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. ഇത് നോമ്പുതുറയ്ക്ക് പറ്റിയ നല്ലൊരു ഇഫ്താർ വിഭവമാണ്. നോമ്പുതുറയ്ക്ക് മാത്രമല്ല, നമുക്ക് വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടത്തുമ്പോൾ സ്റ്റാർട്ടേഴ്സായിട്ട് വിളമ്പാനും എല്ലാം പറ്റിയ നല്ലൊരു ബീഫ് ഡിഷാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്യാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. അപ്പോൾ ഇനി നല്ലൊരു വിഭവമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.